ഹായ് ഓൾ, എന്തൊക്കെയുണ്ട് വിശേഷം? പുതിയൊരു ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സാറ്റർഡേ ആയിട്ട് എന്താണ് പരിപാടി? നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ രാവിലെ ചിക്കൻ വാങ്ങിക്കാൻ പോവാണ്. കാരണം ആദ്യമോന് സ്കൂളില്ല, അപ്പം വീട്ടിൽ നിൽക്കുകയല്ലേ. അപ്പം ഞാനും ആദ്യക്കുട്ടനും കൂടിയാണ് ചിക്കൻ വാങ്ങിക്കാൻ പോകുന്നത്. എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. എപ്പോഴും വണ്ടി എടുത്ത് എവിടെയെങ്കിലും പോകുമ്പോഴും ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മളെ ഡ്രൈവിങ് ഒരുപാട് ഇൻഡിപെൻഡൻ്റ് ആക്കുന്നൊരു കാര്യമാണ്. കാരണം നമ്മൾ വിചാരിക്കുന്ന സമയത്ത് വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഡ്രൈവിങ് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ രാവിലെ നമ്മൾ അമ്മ ചിക്കനൊക്കെ സവാളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് പോയതുകൊണ്ട് വന്ന ഉടനെ സവാള എങ്ങ് അടുപ്പിലിട്ട് കേട്ടോ. അപ്പോൾ അതവിടെ കിടന്നാവുന്ന നേരം നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ നോക്കാം. അപ്പോൾ സവാളയ്ക്കകത്ത് കുറച്ച് ഉപ്പും പിന്നെ പച്ചമുളകല്ല ഞാൻ ഉണ്ടായിരുന്നത് കാന്താരിയാണ് കേട്ടോ. കാന്താരിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴണ്ടി വരുമ്പോഴത്തേക്ക് തക്കാളിയും കൂടി ഇട്ടിട്ട് അതവിടെ പതുക്കെ നന്നായിട്ട് ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റണം. അപ്പോൾ അതവിടെ കിടക്കുന്ന സമയത്ത് നമുക്കൊരു ചിക്കൻ ക്ലീൻ ചെയ്യാം. ചിക്കൻ ക്ലീൻ ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് അവിടെ മാറ്റി വയ്ക്കുക. അപ്പോഴത്തേക്കും നമ്മൾ ഉള്ളിയൊക്കെ വഴണ്ട് വരുന്ന സമയത്ത് ഇത് നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ പിടിച്ച് അടിപൊളിയായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കുമ്പം സവാളയൊക്കെ ഏകദേശം ഒരു പരുവായിട്ട് വരുന്നുണ്ട്. അപ്പോഴതിനകത്ത് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റുക. അതിൻ്റെ പച്ചമണം മാറുമ്പോൾ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമുളക് മാറുമ്പോൾ നമ്മുടെ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ തട്ടിയിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അടച്ച് വെക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി അതവിടെ കിടന്ന് കുക്കാവുന്നൊരു പരിപാടി മാത്രമാണ്. അപ്പോൾ ആ നേരത്ത് നമുക്ക് ചീനീൻ്റെ കാര്യങ്ങൾ നോക്കാം. നമ്മളിവിടെയൊക്കെ മരച്ചീനി എന്നാണ് കേട്ടോ പറയുന്നത്. പല സ്ഥലത്തും പലതാണ് പറയുന്നത്. നമുക്കിവിടെ ചീനി, കിഴങ്ങ്, കപ്പ എന്നൊക്കെ പറയും. അപ്പോൾ അത് നല്ല ചെറുതായിട്ടായിരുന്നു, നല്ല സൂപ്പർ വെണ്ണ പോലെ വേവുന്ന കപ്പയാണ് കേട്ടോ കിട്ടിയത്. കാരണം നന്നായിട്ട് വേവുന്ന നാടൻ കിഴങ്ങാണ് കിട്ടിയത്. എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല, ചിലപ്പം ഒട്ടും വേകാത്ത ചീനിയായിരിക്കും കിട്ടുന്നത്. എങ്കിൽ അന്നത്തെ ദിവസമേ പോകും ഇതാലോചിച്ച്. അത് നമ്മൾ ചിക്കൻ കറി അപ്പുറത്ത് നല്ല അടിപൊളി. ഇപ്പം ഭയങ്കര വെള്ളം പോലെ തോന്നും, അത് വറ്റി അടിപൊളിയായിട്ട് വരും. അപ്പോഴത്തേക്ക് ചീനി നന്നായിട്ട് തിളച്ച് കാണുമ്പോഴേ അറിയാം, ആ ചീനി തിളച്ച് വരുന്നത് കാണുമ്പോഴേ അറിയാം നന്നായിട്ട് വെന്ത ചീനി. കപ്പ ഉണ്ടാക്കാൻ മലയാളികളെ പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മളുണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഉപ്പ്, വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചിട്ട് ചെയ്യാണ്. ഇതിനകത്ത് ഇട്ടിട്ട് ഇളക്കി എടുക്കും. പിന്നെ അപ്പോഴേ നമ്മളെ ചിക്കൻ കറിയൊക്കെ ഏകദേശം വാങ്ങാറായിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഒരു കാര്യം മാത്രം എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്, ഗരം മസാലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഗരം മസാലയും മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് ഇളക്കി സെറ്റ് ചെയ്തെടുത്തു. നമ്മുടെ പ്രധാനപ്പെട്ട കാര്യത്തിലോട്ട് കടക്കാം, കഴിക്കുക എന്നുള്ള പരിപാടിയിലേക്ക്. അപ്പോൾ കുറച്ച് കപ്പയ്ക്കകത്ത് നല്ല ചിക്കൻ കറിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് സൂപ്പർ ആയിട്ട് കഴിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെ